രാഷ്ട്രീയത്തിന്റെ വോട്ടധികാർ യാത്രയുടെ സമാപനമാണ് നടക്കുന്നത്. വലിയ ആൾക്കൂട്ടത്തോടെ, വലിയ ജനക്കൂട്ടത്തോടെയുള്ള വോട്ടധികാർ യാത്രയുടെ സമാപനമാണ്. രാഹുൽ ഗാന്ധി അല്പസമയം മുൻപ് സംസാരിച്ചു. മുൻനിരയിൽ നിന്ന് നയിച്ച രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും ബീഹാറിനെ ഇളക്കിമറിച്ച യാത്രയ്ക്കാണ് ഇപ്പോൾ സമാപനമായിരിക്കുന്നത്. തൗഫീഖ് അസ്ലം ചേരുന്നുണ്ട്. തൗഫീഖ്, എത്ര വലിയ ജനക്കൂട്ടം എത്തിയിട്ടുണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്? ബീഹാറിൽ അത് എന്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഇത്ര ദിവസങ്ങളിൽ? സമാപന പരിപാടിയിൽ ഇനി എന്തൊക്കെയാണ്? അതന്നെ, സമാപന സമ്മേളനം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. വലിയ ജനപങ്കാളിത്തത്തോടെയാണ് യാത്രയുടെ അവസാന ദിവസം ഇപ്പോൾ കടന്നു പോകുന്നത്. നിരവധി ജനങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലും രാഹുൽ ഗാന്ധിയെയും തേജസ്വി യാദവിന്റെയും യാത്രയെ സ്വീകരിക്കാനായി തടിച്ചുകൂടിയിരുന്നു. രാവിലെ ഗാന്ധി മൈതാനത്ത് നടന്ന വലിയ ഒരു ജനക്കൂട്ടത്തെ നമ്മൾ കണ്ടിരുന്നു. ഗാന്ധി മൈതാനത്ത് വലിയ ജനക്കൂട്ടമായിരുന്നു. അതിനുശേഷം 11:30 ഗാന്ധി പ്രതിമയിൽ രാഹുൽ ഗാന്ധിയും നേതാക്കളും പുഷ്പാർച്ചന നടത്തിയത്. അതിനുശേഷമാണ് ഗാന്ധിയിൽ നിന്ന് അംബേദ്കറിലേക്ക് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു യാത്ര സംഘടിപ്പിച്ചത്. എന്നാൽ ആ യാത്ര അംബേദ്കർ പാർക്കിലേക്ക് എത്തിയില്ല. പകരം ഒരു ചൗക്കിൽ വെച്ച്, ഡാക് ബംഗ്ലാവ് ചൗക്കിൽ വെച്ച് അതിന്റെ സമാപനം ആരംഭിക്കുകയായിരുന്നു. ബാരിക്കേഡ് വെച്ച് പോലീസ് റോഡുകൾ ബ്ലോക്ക് ചെയ്തിരുന്നു. ഒരു പക്ഷെ അതിനാലാകാം പാതി വഴിയിൽ വെച്ച് അതിന്റെ സമാപന സമ്മേളനം നടത്തേണ്ടി വന്നത്. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല എന്ന മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതികരിക്കുകയുണ്ടായ. മഹാരാഷ്ട്രയിലും വോട്ടുകൊള്ള നടന്നു. വോട്ട് മോഷണത്തിന്റെ അർത്ഥം അധികാരവും മോഷ്ടിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി സമാപന സമ്മേളനത്തിൽ പറഞ്ഞു. മഹാരാഷ്ട്രയിൽ 1 ലക്ഷത്തിലധികം കള്ള വോട്ടുകൾ നടന്നു. ആരോപണങ്ങൾ ഉയർത്തിയത് കൃത്യമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, വെറുതെ പറയുന്നതല്ല ഈ കാര്യങ്ങളൊന്നും ഒന്നുകൂടി രാഹുൽ ഗാന്ധി വീണ്ടും പാട്നയിലെ ഈ സമ്മേളനത്തിൽ ആവർത്തിച്ച് പറയുകയുണ്ടായി. ഭരണഘടനയെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്, അതൊരിക്കലും അനുവദിക്കില്ല. അതിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുമെന്നും കൂടി രാഹുൽ ഗാന്ധി പറഞ്ഞു. ഇനിയും വലിയ ബോംബുകൾ പൊട്ടാനുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി രാഹുൽ ഗാന്ധി ഈ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ പറയുകയുണ്ടായി. വലിയ ജനപങ്കാളിത്തം ഈ യാത്രയുടെ അവസാന ദിവസവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും ഈ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി രാഹുൽ ഗാന്ധിയുടെ തുറന്ന വാഹനത്തിലുണ്ടായിരുന്നു. രാഹുലും തേജസ്വി യാദവും മല്ലികാർജുൻ ഖാർഗെയുമാണ് വാഹനത്തിന്റെ മുൻനിരയിലുണ്ടായത്. നിരവധി പ്രവർത്തകർ റോഡിന്റെ ഇരുവശങ്ങളിലും യാത്രയെ സ്വീകരിക്കാനായിട്ടുണ്ടായിരുന്നു. യാത്ര ഇപ്പോഴും കടന്നു പോവുകയാണ്. നിരവധി ആളുകളുണ്ട്. ആളുകൾക്കെല്ലാം കൈവീശി കാണിച്ചുകൊണ്ടാണ് രാഹുലും തേജസ്വിയും ഇപ്പോൾ യാത്ര മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആരോപണം, അതിനുശേഷം നടത്തിയ യാത്രയാണ്, അതും ബീഹാറിൽ നടത്തിയ യാത്രയാണ്. അതൊരു വലിയ വിജയമായി മാറുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1500ഓളം കിലോമീറ്റർ, 100ഓളം മണ്ഡലങ്ങൾ, 25 ജില്ലകളിലായി നടത്തിയ യാത്രയ്ക്കാണിപ്പോൾ സമാപനമായിരിക്കുന്നത്. രാഹുലിന്റെ വോട്ടധികാർ യാത്ര പട്നയിൽ സമാപിക്കുമ്പോൾ ആ യാത്ര രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റും ഇല്ലെങ്കിൽ അത്തരമൊരു ചിത്രത്തിലേക്കാണ് എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. ബീഹാറിന്റെ റിസൾട്ടിലും വരാനിരിക്കുന്ന ദിവസങ്ങളിലും ഇന്ത്യയിലും അത് പ്രതിഫലിക്കും എന്നുള്ള പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യം മുന്നോട്ട് വെച്ചത്.